വിശന്ന് കരഞ്ഞ കുഞ്ഞുങ്ങളെയും ജീവന് വേണ്ടി യാചിച്ച് നിലവിളിച്ച അമ്മമാരെയും കാണാത്ത മനുഷ്യ സമൂഹത്തിന് മുന്നിൽ ചങ്കൂറ്റത്തോടെ ഇസ്രായേൽ ചെയ്തത് തെറ്റാണെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത് ഇറാൻ എന്ന രാജ്യമാണ്. മറ്റ് അറബ് രാഷ്ട്രങ്ങളൊക്കെ തന്നെ മിണ്ടാതെ മാറി നിന്ന ഘട്ടത്തിലാണ് ഇറാൻ ധൈര്യം കാണിച്ചത്. ഇന്ന് ഗാസയുടെ പരിതാപകരമായ അവസ്ഥ കണ്ട് സഹായഹസ്തങ്ങൾ എത്താൻ ഇറാന്റെ ശബ്ദം ഒരു കാരണമായിട്ടുണ്ട് എന്നുകൂടി പറയട്ടെ. പ്രതീക്ഷയുടെ കിരണം ഗാസയിലേക്ക് പുറപ്പെട്ടു എന്ന സന്തോഷകരമായ വാർത്തയാണ് എനിക്ക് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവെക്കാനുള്ളത്. ഗാസയിലെ ജനതയുടെ ദുരിതപൂർണമായ ജീവിതത്തിന് ഒരു പ്രത്യാശയുടെ കിരണമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ഗ്ലോബൽ സുമൂദ് ഫ്ലോട്ടില്ല എന്ന മാനുഷിക ദൗത്യം അന്താരാഷ്ട്ര ശ്രദ്ധ ഇപ്പോൾ ആകർഷിച്ചു വരികയാണ്. ദശാബ്ദങ്ങളായി ഉപരോധിക്കപ്പെട്ട ഗാസ കടുത്ത ദാരിദ്ര്യത്തിന്റെയും പട്ടിണിയുടെയും പിടിയിലാണ് എന്ന കാര്യം അറിയാമല്ലോ. ഈ ഭീകരമായ അവസ്ഥയിൽ അവർക്ക് കൈത്താങ്ങായി വൈദ്യസഹായവും ഭക്ഷ്യവസ്തുക്കളും മറ്റ് ആവശ്യ സാധനങ്ങളുമായി ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള മനുഷ്യസ്നേഹികൾ ഒരുമിച്ച് ചേർന്ന് പുറപ്പെടുന്ന കപ്പൽ വ്യൂഹമാണിത്. ഇത് വെറുമൊരു മാനുഷിക ദൗത്യം മാത്രമല്ല, മറിച്ച് മൗനം പാലിക്കുന്ന ലോകത്തിന് മുന്നിൽ ഗാസയിലെ ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു സ്വാതന്ത്ര്യത്തിന്റെ സന്ദേശം കൂടിയാണ്. ഗാസ ഇന്ന് അറിയപ്പെടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സിവിലിയൻ ഫ്ലോട്ടിലയായിട്ടാണ്. ഓഗസ്റ്റ് 31-ന് സ്പെയിനിൽ നിന്ന് പുറപ്പെടുന്ന ആദ്യത്തെ ബോട്ടുകൾ സെപ്റ്റംബർ 4-ന് ടുണീഷ്യയിൽ നിന്നെത്തുന്ന ബോട്ടുകളുമായി ചേരും. ഏകദേശം 3000 കിലോമീറ്റർ ദൂരമുള്ള ഈ യാത്ര പൂർത്തിയാക്കാൻ 7 മുതൽ 8 ദിവസം വരെ എടുക്കുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 44 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും 50-ലധികം കപ്പലുകളും ഈ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ട്. ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക, യൂറോപ്പിലെ നിരവധി രാജ്യങ്ങൾ ഉൾപ്പെടെ 6 ഭൂഖണ്ഡങ്ങളിൽ നിന്നുള്ള പങ്കാളിത്തം ഇതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഈ ദൗത്യത്തിൽ സർക്കാരുമായി ബന്ധമില്ലാത്ത ആക്ടിവിസ്റ്റുകൾ, മാനുഷിക പ്രവർത്തകർ, ഡോക്ടർമാർ, കലാകാരന്മാർ, പുരോഹിതന്മാർ, അഭിഭാഷകർ, നാവികർ തുടങ്ങിയവരും ഒരുമിച്ച് ചേർന്നു. പ്രശസ്ത പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രറ്റ തുൻബർഗ്, ചരിത്രകാരി ക്ലിയോനിക്കി അലക്സോപോലോ, മനുഷ്യാവകാശ പ്രവർത്തക യാസ്മിൻ അക്കാർ എന്നിവരടക്കമുള്ള പ്രമുഖർ ഇതിന്റെ ഭാഗമാണ്. ഗാസ ഉപരോധം തകർക്കുന്നതിനുള്ള ആഗോള ഐക്യദാർഢ്യ പ്രസ്ഥാനങ്ങളായ ഗ്ലോബൽ മൂവ്മെന്റ് ടു ഗാസ, ഫ്രീഡം ഫ്ലോട്ടില്ല കൊയിലിയേഷൻ, മഗ്രിബ് സമുദ് ഫ്ലോട്ടില്ല, സുമുദ്, നുസന്താര തുടങ്ങിയ കൂട്ടായ്മകൾ ഈ മഹത്തായ സംരംഭത്തിന് നേതൃത്വം നൽകുന്നു. ദശാബ്ദങ്ങളായി ഇസ്രായേലിന്റെ നിയന്ത്രണത്തിലുള്ള ഗാസ മുനമ്പ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ തുറന്ന ജയിലെന്നാണ് അറിയപ്പെടുന്നത്. 2007 മുതൽ നിലനിൽക്കുന്ന ശക്തമായ ഉപരോധം കര, വ്യോമ, സമുദ്രമാർഗങ്ങളിലൂടെയുള്ള എല്ലാ ചലനങ്ങളെയും തടസ്സപ്പെടുത്തുന്നുണ്ട്. ഗാസയിലേക്ക് സാധനങ്ങൾ എത്തിക്കുന്നതിനുള്ള പ്രധാന കര അതിർത്തികൾ ഇസ്രായേലിന്റെ കർശന നിയന്ത്രണത്തിലാണ് ഇപ്പോഴുള്ളത്. വിമാനത്താവളം തകർത്തതിനാൽ വ്യോമമാർഗം അസാധ്യമാണ്. ഈ സാഹചര്യത്തിൽ അന്താരാഷ്ട്ര നിയമങ്ങളുടെ പിൻബലമുള്ള സമുദ്രത്തിലൂടെയുള്ള യാത്രയാണ് മാനുഷിക സഹായം എത്തിക്കാൻ ഈ കൂട്ടായ്മ തെരഞ്ഞെടുക്കുന്നത്. ഇത് അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയുടെ പിന്തുണയോടെ മാനുഷിക സഹായം എത്തിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു സാധ്യതയാണ് തുറക്കുന്നത്. ഫ്ലോട്ടില്ല പോലുള്ള കൂട്ടായ കപ്പൽ യാത്രകൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ശ്രദ്ധ ആകർഷിക്കുകയും ഗാസയിലെ മനുഷ്യാവകാശ ലംഘനങ്ങളെ ലോകത്തിന് മുന്നിൽ കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിനു മുൻപും സമാനമായ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിക്കട്ടെ. 2008-ൽ ഫ്രീ ഗാസ മൂവ്മെന്റിന്റെ 2 ബോട്ടുകൾ വിജയകരമായി ഗാസയിലെത്തിയിരുന്നു. എന്നാൽ 2010-ൽ മാവി മർമര ആക്രമണത്തിൽ 10 പ്രവർത്തകർ കൊല്ലപ്പെട്ടു. തുടർന്ന് 2015-ലും 2018-ലും ഫ്രീഡം ഫ്ലോട്ടില്ല ശ്രമങ്ങൾ ഇസ്രായേൽ തടയുകയുണ്ടായി. 2025-ൽ പോലും കൺസെൻസ് കപ്പലിന് നേരെ ഡ്രോൺ ആക്രമണം ഉണ്ടാവുകയും മറ്റ് കപ്പലുകൾ തടയുകയും ചെയ്തിട്ടുണ്ട്. പട്ടിണിയിലായിരിക്കുന്ന ഗാസക്കാരിലേക്ക് ഭക്ഷണം, മരുന്ന്, സാമഗ്രികൾ എത്തിക്കുക, ഇസ്രായേലിന്റെ നിയമവിരുദ്ധ ഉപരോധത്തെ അന്താരാഷ്ട്ര തലത്തിൽ വെല്ലുവിളിക്കുക, ഐക്യദാർഢ്യത്തിന്റെയും അഹിംസാത്മക പ്രതിരോധത്തിന്റെയും സന്ദേശം ലോകത്തിന് മുന്നിൽ ഉയർത്തുക എന്നിവയാണ് ഈ ഫ്ലോട്ടില്ലയുടെ പ്രധാന ലക്ഷ്യങ്ങൾ. ഭരണകൂടങ്ങൾ മൗനം പാലിക്കുമ്പോഴും മനുഷ്യത്വത്തിന്റെ ശബ്ദം എത്ര ശക്തമായി ഉയരുമെന്നതിന്റെ ഉദാഹരണം കൂടിയാണിത്. ഇസ്രായേലിന്റെ ഉപരോധത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഈ ഫ്ലോട്ടില്ല മുന്നോട്ട് പോകുമ്പോൾ അത് ലോക മനസാക്ഷിയെ ഉണർത്തുകയും ഭാവിയിൽ സമാധാനത്തിനും നീതിക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾക്ക് പുതിയ ഊർജം നൽകുകയും ചെയ്യും. ഈ ദൗത്യം വെറുമൊരു യാത്രയല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെ ഒരു വലിയ പ്രഖ്യാപനമാണ്. ഗാസയുടെ വിഷയത്തിൽ അറബ് രാജ്യങ്ങളടക്കം മൗനമാണ് എന്നും പാലിച്ചിട്ടുള്ളത്. അവിടെ ജനങ്ങൾ വിശന്ന് കരയുമ്പോൾ, പട്ടിണി കിടന്ന് മരിക്കുമ്പോഴൊക്കെ തന്നെ മിണ്ടാതിരുന്ന ഒരു സമൂഹം ഇവിടെയുണ്ട്. എന്തിനാണ് പല രാജ്യങ്ങളും ഇസ്രായേലിനെ എതിർക്കാൻ മറുത്തൊരക്ഷരം മിണ്ടാൻ മടി കാണിക്കുന്നത്? ഇസ്രായേലിനെ എതിർക്കാൻ പല രാജ്യങ്ങളും മടിക്കുന്നതിന് പിന്നിൽ സങ്കീർണമായ രാഷ്ട്രീയ, സാമ്പത്തിക, സൈനിക കാരണങ്ങൾ നമുക്ക് പറയാനുണ്ട്. കേവലം ഒരു രാജ്യത്തിൻ്റെയോ അതോ ഒരു കൂട്ടായ്മയുടെയോ മാത്രം നിലപാടുകളല്ലാതെ.
മറിച്ച് ആഗോളതലത്തിലുള്ള പല ശക്തികളുടെയും സ്വാധീനം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നതായിട്ട് മനസ്സിലാക്കാം. ഗാസയിലെ പ്രതിസന്ധിയെക്കുറിച്ച് ലോകം സംസാരിക്കുമ്പോൾ പോലും പല രാജ്യങ്ങളും ഇസ്രായേലിനെ പരസ്യമായി എതിർക്കുന്നതിൽ നിന്ന് പിന്തിരിയുന്നത് നമുക്ക് കാണാവുന്നതാണ്. ഇതിന് പിന്നിലെ പ്രധാന കാരണങ്ങളാണ് ഞാൻ ഇനി പറയുന്നത്. അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ ശക്തവും ചരിത്രപരവുമാണല്ലോ. ഇസ്രായേലിന്റെ സൈനിക, സാമ്പത്തിക, നയതന്ത്ര മേഖലകളിലെല്ലാം അമേരിക്ക വലിയ പിന്തുണ നൽകുന്നുണ്ട്. ഈ പിന്തുണ പല രാജ്യങ്ങളെയും ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ്. കാരണം അമേരിക്കയെ പിണക്കുന്നത് പല രാജ്യങ്ങളുടെയും സാമ്പത്തിക, നയതന്ത്ര താൽപ്പര്യങ്ങളെ ബാധിച്ചിരിക്കാം. പല അറബ് രാജ്യങ്ങൾക്കും അവരുടെ ആഭ്യന്തര രാഷ്ട്രീയ സ്ഥിരത നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇസ്രായേലിനെതിരെയുള്ള ശക്തമായ നിലപാടുകൾ അമേരിക്കയുമായുള്ള ബന്ധത്തെ ബാധിക്കുകയും അത് രാജ്യത്തിന്റെ സാമ്പത്തിക സുരക്ഷാ കാര്യങ്ങളിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. ചില രാജ്യങ്ങൾ ഇസ്രായേലുമായി രഹസ്യമായോ പരസ്യമായോ നയതന്ത്ര ബന്ധങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. ഉദാഹരണത്തിന് എബ്രഹാം ഉടമ്പടി പോലുള്ളവ. ഇത് അവർക്ക് ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നതിൽ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. മധ്യപൂർവ്വ ദേശത്ത് ഇസ്രായേൽ ഒരു വലിയ സൈനിക ശക്തിയാണ്. ഇസ്രായേലിനെതിരെ പരസ്യമായി നിലപാടെടുക്കുന്നത് സൈനികമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമോ എന്ന ഭയം പല രാജ്യങ്ങൾക്കുമുണ്ട്. അതുകൂടാതെ ഭീകരവാദത്തിനെതിരെ പോരാടുന്നതിൽ ഇസ്രായേൽ നൽകുന്ന സഹായങ്ങളും ചില രാജ്യങ്ങൾക്ക് പ്രധാനമാണ്. ഇത് അവർക്ക് ഇസ്രായേലിനെതിരെ സംസാരിക്കാനുള്ള ഒരു തടസ്സമായിട്ടാണ് മാറുന്നത്. അമേരിക്കയുമായും യൂറോപ്യൻ രാജ്യങ്ങളുമായും പല രാജ്യങ്ങൾക്കും ശക്തമായ സാമ്പത്തിക ബന്ധങ്ങൾ നിലവിലുണ്ട്. ഈ ബന്ധങ്ങൾ നിലനിർത്തുന്നത് അവരുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അനിവാര്യവുമാണ്. ഇസ്രായേലിനെതിരെയുള്ള നിലപാടുകൾ ഈ സാമ്പത്തിക ബന്ധങ്ങളെ തകർക്കുമോ എന്ന ആശങ്ക പല രാജ്യങ്ങൾക്കും ഇന്നുണ്ട്. കൂടാതെ ഇസ്രായേൽ സാങ്കേതിക വിദ്യ, പ്രതിരോധം, കാർഷിക മേഖല എന്നിവയിൽ ശക്തരുമാണ്. ഈ മേഖലകളിൽ നിന്നുള്ള സഹകരണം നഷ്ടപ്പെടാൻ അവർ ആഗ്രഹിക്കുന്നു പോലുമില്ല. ഇസ്രായേലിന്റെ ഗാസയിലെ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ച ചുരുക്കം ചില രാജ്യങ്ങളിൽ ഒന്നാണ് ഇറാൻ. ഫലസ്തീൻ ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന ഇറാൻ ഇസ്രായേലിനെതിരെ ശക്തമായ വാചോടോപങ്ങൾ നടത്തുകയും ഫലസ്തീൻ ഗ്രൂപ്പുകളായ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും സൈനികവും സാമ്പത്തികവുമായ പിന്തുണയും നൽകുന്ന ഒരു രാജ്യം കൂടിയാണ്. ഇസ്രായേലിനെ ഈ മേഖലയിലെ സയനിസ്റ്റ് അധിനിവേശമായിട്ടാണ് ഇറാൻ നോക്കിക്കാണുന്നത് പോലും. ഇറാൻ ശക്തമായ നിലപാടെടുക്കുന്നതിന് പിന്നിൽ പല കാരണങ്ങളുമുണ്ട്. അതിൽ പ്രധാനം ഇറാൻ ഇസ്രായേൽ തമ്മിലുള്ള ചരിത്രപരമായ ശത്രുതയാണ്. ഇറാന്റെ ആണവ പദ്ധതി, സിറിയ, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളിലെ സ്വാധീനം എന്നിവ ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ഇസ്രായേൽ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിനെ ദുർബലപ്പെടുത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള ഏതൊരു നീക്കത്തിനും ഇറാൻ പിന്തുണ നൽകാൻ സാധ്യതയുണ്ട്. ഗാസയിലെ പ്രശ്നം ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെതിരെയുള്ള തങ്ങളുടെ പോരാട്ടത്തിന്റെ ഒരു ഭാഗം മാത്രമാണ്. പല അറബ് രാജ്യങ്ങൾക്കും ഇസ്രായേലിനെ എതിർക്കുന്നതിന് പരിമിതികളുണ്ടല്ലോ. അതിൽ പ്രധാനം അമേരിക്കൻ ഐക്യനാടുകളുമായിട്ടുള്ള അവരുടെ ബന്ധം തന്നെയാണ്. അമേരിക്കൻ സഹായവും പിന്തുണയും പല അറബ് രാജ്യങ്ങളുടെയും സാമ്പത്തിക, സൈനിക നിലനിൽപ്പിന് അനിവാര്യവുമാണ്. ഇസ്രായേലിനെ പരസ്യമായി എതിർക്കുന്നത് അമേരിക്കയുമായുള്ള ബന്ധം വഷളാക്കാൻ ഇടയാക്കും. കൂടാതെ ഇറാനെതിരെയുള്ള ഒരു സഖ്യം രൂപീകരിക്കാൻ ഇസ്രായേലും ചില അറബ് രാജ്യങ്ങളും ശ്രമിക്കുന്നുമുണ്ട്. ഈ താൽപ്പര്യങ്ങൾ പലപ്പോഴും ഫലസ്തീൻ വിഷയത്തിലുള്ള നിലപാടുകളെ സ്വാധീനിക്കുന്നുവെന്ന് പറയാതെ വയ്യ. ചില ഗൾഫ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലുള്ളവ ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് എബ്രഹാം അക്കോർഡ്. സാമ്പത്തിക, സാങ്കേതിക, സുരക്ഷാ സഹകരണം ലക്ഷ്യമിട്ടാണ് ഈ നീക്കം ഇവർ നടത്തിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ നിലനിൽക്കുമ്പോൾ ഗാസയിലെ പ്രശ്നത്തിൽ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാടെടുക്കുന്നത് പ്രയാസകരമാണ്. അവർക്ക് ഫലസ്തീൻ ജനതയോടുള്ള സഹാനുഭൂതി നിലനിർത്തിക്കൊണ്ട് തന്നെ തങ്ങളുടെ പുതിയ സഖ്യകക്ഷികളെ പിണക്കാതെ മുന്നോട്ട് പോകേണ്ടത് ഇവിടെ അത്യാവശ്യവുമാണ്. ചില അറബ് രാജ്യങ്ങൾക്ക് അവരുടെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്ന വെല്ലുവിളികൾ കാരണം ഗാസ വിഷയത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല. സിറിയ, യമൻ, സുഡാൻ എന്നിവിടങ്ങളിലെ ആഭ്യന്തര സംഘർഷങ്ങൾ ഈ രാജ്യങ്ങളെ ദുർബലപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഇസ്രായേലുമായി ഒരു പുതിയ ഏറ്റുമുട്ടലിന് അവർക്ക് താല്പര്യമില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇറാൻ പശ്ചിമേഷ്യയിലെ ഏക ശക്തിയായി ഗാസയിലെ വിഷയത്തിൽ ശബ്ദമുയർത്തിയപ്പോൾ അത് ഒരു രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു രാഷ്ട്രീയ നീക്കം കൂടിയായിരുന്നു. ഗാസയിലെ ജനതയുടെ ദുരിതം ഒരു മനുഷ്യാവകാശ പ്രശ്നമാണെങ്കിൽ കൂടി അത് പല രാജ്യങ്ങൾക്കും തങ്ങളുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു വേദിയായി മാറുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതിനാൽ ഒരു രാജ്യം പരസ്യമായി നടത്തുന്ന പ്രസ്താവനകളും അവരുടെ യഥാർത്ഥ ലക്ഷ്യങ്ങളും തമ്മിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. എങ്കിലും ഇറാൻ ഇവിടെ എടുത്ത നിലപാട് പല രാജ്യങ്ങളെയും ചിന്തിപ്പിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ കടന്നു കയറുന്ന അമേരിക്കയും അതുപോലെ തന്നെ പശ്ചിമേഷ്യയിൽ അമേരിക്കയ്ക്ക് വേണ്ടി പണിയെടുക്കുന്ന ഇസ്രായേലും എന്തൊക്കെ തോന്നിവാസങ്ങളാണ് ഗാസയിൽ ചെയ്തു കൂട്ടുന്നത് എന്ന് ഉറക്കെ പറയാൻ ഇന്ന് ഇവിടെ ധൈര്യമുള്ളത്, പശ്ചിമേഷ്യയിൽ ധൈര്യമുള്ളത് ഇറാന് മാത്രമാണ്. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ നിലപാട് അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ചെയ്യുക. ഒപ്പം ഈ അറിവുകൾ എല്ലാവരിലേക്കും എത്താൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ.